അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ CPM ഇന്നും ന്യായീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഞങ്ങളല്ല TPയെ കൊന്നതിന് പിന്നിൽ എന്ന്. പക്ഷേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളുടെ എണ്ണം CPMന്റെ പ്രാദേശിക നേതാക്കളുടെ എണ്ണം 4 ഉയർന്നിട്ടുണ്ട്. നേരത്തെ KC രാമചന്ദ്രനും കുഞ്ഞനന്തനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇപ്പോൾ KK കൃഷ്ണനും ജ്യോതി ബാബുവും ആ പട്ടികയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൂടാതെ അനുഭാവിയായ ട്രൗസർ മനോജുമുണ്ട്. ഇവർക്കൊപ്പമാണ് ആ ക്രിമിനൽ സംഘവും 7 പേരടങ്ങിയ ക്രിമിനൽ സംഘവും ഉള്ളത്. ഇതിലേറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ അവർ ജയിൽ ജീവിതം ആസ്വദിക്കുകയായിരുന്നു. യഥേഷ്ടം പരോൾ, സുഖചികിത്സ ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും ഹൈക്കോടതി കർശനമായ ഒരു താക്കീത് നൽകിയിരിക്കുന്നു. 20 വർഷമാണ് ഈ ശിക്ഷ ഇളവിനുള്ള കാലാവധി വന്നിരിക്കുന്നത്. അപ്പോൾ കോടതി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ബൽദേവ്, ഞാൻ ആദ്യം പരോളിന്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം. പരോളിന് CRPC IPC അല്ല പറയുന്നത്, പ്രിസണേഴ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്, ഇന്ത്യൻ പരോൾ ആക്ട്. അത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആയിട്ടും പറയുന്നില്ല, ഒരു പ്രതിക്കും അങ്ങനെ ഒരു അവകാശം പറയുന്നില്ല. ദാറ്റ് ഇസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ട് റൈറ്റ്. പക്ഷെ ചില കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മറ്റു കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ലീനിയൽ കൊടുത്ത് ജയിലിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ച് ഹോം സെക്രട്ടറി ആണ് അത് ഓർഡർ ഇടുന്നത്. അത് മാക്സിമം 1 മന്ത് വരെ എന്നാണ് പരോൾ ആക്ടിൽ പറയുന്നത്. പക്ഷെ അത് 1 വർഷം ഇത്ര ടൈം എന്നങ്ങനെ വ്യക്തമായിട്ട് നമ്മുടെ ഗവർണറുടെ അധികാരം പറയുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അത് CRPC IPC നമ്മുടെ ഭരണഘടനാപരമായ റൈറ്റോ ഒന്നും അല്ല. അത് പരോൾ, അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അത് ഓരോ കോടതിക്ക് ഓരോ കാഴ്ചപ്പാടുകളാണ്. ആദ്യമായിട്ടാണ് അവർക്ക് പരോൾ കൊടുക്കണ്ട എന്ന രീതിയിലേക്ക് കോടതി വരുന്നത്. അത് ഈ കുറ്റവാളികൾക്കെന്നല്ല, പൊതുവെ പല കുറ്റവാളികളും ഈ രാഷ്ട്രീയത്തിന്റെ ആനുകൂല്യം കൊണ്ട് പരോൾ പീരീഡിൽ ഇറങ്ങി പുറത്ത് നടക്കുന്ന ഒരു സ്ഥിതി നമുക്ക് വളരെ കൂടുതലായിട്ടുള്ളതാണ്. അതൊരു പരിധി വരെ തടയേണ്ടതാണ്, എന്നാൽ ചില ജെന്യുവൻ കേസുകളിൽ അനുവദിക്കേണ്ടതാണ്. രാഷ്ട്രീയ കൊലപാതകികളൊക്കെ ഈ ശിക്ഷ ഇളവ് നേടിയെടുക്കാറുണ്ട്. അതിലും കോടതി ഒരു കർശന താക്കീതായല്ലേ ആ വ്യവസ്ഥ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 20 വർഷത്തിന് ശേഷമേ അങ്ങനെ ഒരു ഇളവിന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ജീവിതാവസാനം വരെ തടവിലായിരിക്കണം. ഇവർ കൊടും ക്രിമിനലുകളാണ്, ഇനിയും ഈ കൃത്യം ആവർത്തിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. വധശിക്ഷ കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, പൊതുസമൂഹത്തിന്റെ ഒരു ചോദ്യമുണ്ടായിരുന്നു, ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്നു എന്ന്. ഇതിൽ നേരത്തെ കുഞ്ഞനന്തന് അത്തരത്തിലുള്ള ആരോഗ്യ കാരണങ്ങളൊക്കെ പറഞ്ഞ് പലതവണയായിട്ട് പരോൾ നൽകിയതാണ്. അദ്ദേഹം മരിച്ചുപോയി. ഈ മുഹമ്മദ് ഷാഫി, TK രജീഷ് ഇവരൊക്കെ വെളിയിൽ വന്നവരാണ്. ഇന്ന് കോടതി കണ്ട ഒരു കാര്യം, അത് റിപ്പോർട്ട് പ്രകാരമാണ്, ജയിലിൽ നിന്നുള്ള റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ്. ഇവർ ഈ ശിക്ഷാ കാലയളവിൽ പോലും മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കോടതി ചോദിക്കുകയാണ് അതെങ്ങനെ കഴിഞ്ഞു, അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് പരോൾ അവരുടെ റദ്ദാക്കിയില്ല, പിന്നീട് കൊടുക്കാതിരുന്നില്ല? ഇതൊക്കെ കോടതിയുടെ ചോദ്യമായിരുന്നു. ഇത് പൊതുസമൂഹം കഴിഞ്ഞ 12 വർഷമായി ചോദിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. TP കേസിലെ കൊടും കുറ്റവാളികൾക്ക് മാത്രം എങ്ങനെയാണ് ജയിലിൽ ഇങ്ങനെ ആസ്വദിച്ച് കഴിയാൻ പറ്റുന്നത്? അവർക്ക് എങ്ങനെ യഥേഷ്ടം പരോൾ കിട്ടുന്നു? അവരുടെ വിവാഹ ചടങ്ങിൽ പോലും CPMന്റെ സമുന്നത നേതാക്കൾ പങ്കെടുക്കുന്നു. ഈ ചോദ്യത്തിനൊക്കെയുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇന്ന് ഹൈക്കോടതി നൽകിയത്. അല്ല, ഞാനതാണ് പറഞ്ഞത്. അതിന് ഞാൻ ഒരു പരിധിവരെ സ്വാഗതം ചെയ്യുകയാണ്. കാര്യം ഇത് മാത്രമല്ല, നിരവധി കേസുകളിൽ ഈ പ്രസിഡൻസ് ആക്ടും അതുപോലെ തന്നെ ഇന്ത്യൻ പരോൾ ആക്ടും ഒക്കെ വെച്ച് ദുരുപയോഗം ചെയ്ത് ഒരാളെന്നല്ല പല കേസിലെയും പല പ്രതികളും അവരാര് ഭരിക്കുമ്പോൾ രാഷ്ട്രീയ സാധ്യത ഉപയോഗിച്ച് അതിനെ ദുരുപയോഗം ചെയ്യാറുണ്ട്. അതിനൊരു പോസിറ്റീവ് സൈഡുള്ളതാണ്. ജെന്യുവൻ കേസുകളിൽ ചില കേസുകൾ ശരിയാണ്. ഇപ്പൊ ഞാൻ ജയിലിൽ കിടക്കുന്നു, എന്റെ മകളുടെ വിവാഹമോ അല്ലെങ്കിൽ അമ്മയുടെ മരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ 4, 5 ദിവസം അല്ലെ 10 ദിവസമൊക്കെ പരോൾ കൊടുക്കണം. അപ്പൊ ഇതിന് 2 സൈഡുണ്ട്. ഇത് എല്ലാ നിയമങ്ങളും നമുക്കറിയാം ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷെ അതിനെല്ലാത്തിനും ഏത് നിയമത്തിനും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. അതാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഇനി നമുക്ക് ഈ കേസിന്റെ കാര്യങ്ങളിലേക്ക് വരാം. ഇതിനകത്ത് ആദ്യമായിട്ടൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഇവിടെ ഇതിനകത്ത് 12 വർഷം വരെ ജയിലിൽ കിടന്ന പ്രതികളുണ്ട്. കുറച്ച് ആൾക്ക് ജാമ്യം കിട്ടി, വളരെ കുറച്ച് ആളുകൾ, ഭൂരിപക്ഷം ഒരു ജയിലിൽ കിടന്നവരാണ്. അപ്പൊ പുതിയതായിട്ട് ശിക്ഷിച്ചാണ് 2 പേര്. അപ്പൊ ഇതിനകത്ത് ഈ വിധി ഒരു പരിധി വരെ ഇടതുപക്ഷവും പ്രതീക്ഷിച്ചാണ്. കാരണം ഈ നമ്മൾ പറഞ്ഞ 10-ാം പ്രതിയും 12-ാം പ്രതിയും കൃഷ്ണനും ജിയോജിത് ബാബു, ഇവർ 2 പേരും കുറ്റക്കാരാണെന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. അപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ശിക്ഷ ജീവപര്യന്തത്തിൽ കുറയത്തില്ല. കാരണം മറ്റു പ്രതികൾക്കെല്ലാം ഉള്ള ശിക്ഷ ഒരാൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ജീവപര്യന്ത ശിക്ഷയാണ്. ഒരാൾക്ക് കണ്ടുള്ള 3 ഇയർ ഇംപ്രിസൺമെന്റ്, ബാക്കി എല്ലാവർക്കും ജീവപര്യന്ത ശിക്ഷയാണ്. അപ്പോൾ ഇതിനകത്ത് 2 ആംഗിൾ ഞാൻ കാണുന്നത്. ഒന്ന്, ഈ പ്രതികൾക്കുള്ള ശിക്ഷ കുറച്ച് പേർക്ക് ഇരട്ട ജീവപര്യന്തമാക്കി, അങ്ങനെ എൻഹാൻസ് ചെയ്തു. ഈ 2 പേരെയും കൂടെ ശിക്ഷയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അത് ഒരു പരിധി വരെ പ്രതികൾക്ക് വേണ്ടി അപ്പീൽ പോയ ശ്രീ KK രമയായാലും പ്രോസിക്യൂഷൻ ഭാഗമായാലും അവരുടെ ഒരു വിജയമായിട്ട് തന്നെ കാണും. പക്ഷെ ഇതിനകത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ചില ഘടകങ്ങൾ എന്ന് പറയുന്നത്,
ഇതിനെ കോടതി തന്നെ പറഞ്ഞു ഈ കൊലപാതകം ഒരു റയറസ്റ്റ് ഓഫ് ദ റയർ ആയി കാണാൻ പറ്റില്ല. കാര്യം അത് സുപ്രീം കോടതിയുടെ റൂളിംഗ് ആണ്. റയറസ്റ്റ് ഓഫ് ദ റയർ ആയി കണ്ടെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഡെത്ത് സെന്റൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലത്തെ 2 കേസിനകത്ത് റയറസ്റ്റ് ഓഫ് ദ റയർ ആയിട്ട്. അല്ല, ഇപ്പോൾ വധശിക്ഷ കൊടുത്താൽ പോലും CPM ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയില്ലായിരുന്നുവല്ലോ. അപ്പോൾ പിന്നെ ഇരട്ട ജീവപര്യന്തവും ജീവിതാവസാനം വരെ തടവിൽ കിടക്കട്ടെ എന്ന് പറയുന്നതും വധശിക്ഷയും തമ്മിൽ വലിയ വ്യത്യാസമില്ല CPM-നെ സംബന്ധിച്ചിടത്തോളം. അവർ എപ്പോഴും പറയുന്ന ഇതാണ്, ഞങ്ങൾക്കൊരു പങ്കുമില്ല ഇക്കാര്യത്തിൽ എന്ന്. അതിന് പറയുന്ന ന്യായം എന്ന് പറയുന്നത് P. മോഹനൻ ഇതിൽ ശിക്ഷിക്കപ്പെട്ടില്ലല്ലോ, മോഹനെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ കെണി ഒരുക്കിയത് എന്ന്. അത്രയേ ഉള്ളല്ലോ ശ്രീ ബൽദേവ്. അല്ലല്ല, ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പൊ അത് ഒന്നത്. 2, ഇതിനകത്ത് 36 പ്രതികളായിരുന്നു. അത് നമുക്കറിയാം 12 പേരെ ശിക്ഷിച്ചു. ഇപ്പൊ 2 പേരെ കൂടെ 14 പേരെ ശിക്ഷിച്ചു. അപ്പൊ 24 പേര് നിങ്ങൾ പറഞ്ഞ മീ മോഹൻ ഉൾപ്പെടെ ചില പ്രധാന നേതാക്കന്മാർ ഇതിനകത്ത് സംശയത്തിന്റെ ആനുകൂല്യം നൽകി അവർ പുറത്തു നിൽപ്പുണ്ട്. അപ്പോൾ ഈ 22 പ്രതികൾ ഇപ്പോഴും കൂടുതൽ പ്രതികൾ, അത് 34 22 പേര് ശിക്ഷയ്ക്ക് വിധേയമാകാൻ നിൽക്കും. അവര് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്, സിംഗിൾ ബെഞ്ചും അല്ല. ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു കണ്ടെത്തല് അവർ നിരപരാധികളാണെന്ന് 22 പ്രതികൾ മോഹൻ ഉൾപ്പെടെയുള്ളത്. അതുപോലെ തന്നെ ഇവർ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകിയില്ല. അപ്പം ഈ കാര്യങ്ങൾ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അതിനകത്ത് CPM-നായാലും ഇടതുപക്ഷത്തിനായാലും അതിൻ്റെതായിട്ടുള്ള അവർക്കും അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹം കൂടി. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് 2 ഭാഗത്തും പരിപൂർണ വിജയമെന്നോ പറയാൻ പറ്റില്ല. 2 പേർക്കും ആശയ്ക്കും അവകാശമുണ്ട്. കാര്യം 2 പേരും പറഞ്ഞ ഒരു പരിധിവരെ കേട്ടു. എന്നാൽ 2 പേരും അവകാശപ്പെട്ടത് ചോദിച്ചത് ലഭിച്ചതുമില്ല. പൊതുസമൂഹത്തിന് ആശ്വാസമാകുന്ന ഒരു വിധിയാണ് അഡ്വക്കേറ്റ് ബൽദേവ്. കാരണം ഇത് ഒരു ജനാധിപത്യത്തെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണിത്. അത് മാത്രമല്ല, ഈ വിയോജിപ്പുണ്ടല്ലോ, വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആയുധം വെച്ച് നേരിടാം, കൊലപ്പെടുത്താം. അതായിരുന്നുവല്ലോ പാർട്ടിയുടെ നിർദ്ദേശം. അതല്ലേ ആ ക്രിമിനലുകൾ അവിടെ അനുസരിച്ചത്. അല്ലാതെ ഈ ക്രിമിനൽ സംഘത്തിന് ഒരു ബന്ധവും TP ചന്ദ്രശേഖരനുമായിട്ടുണ്ടായിരുന്നില്ല. ഈ ക്രിമിനൽ സംഘത്തിന് അദ്ദേഹവുമായി ഒരു വഴക്കുണ്ടായിരുന്നില്ല. ഈ പറയുന്ന 4 പേരുടെ പങ്കാളിത്തം തെളിഞ്ഞിട്ടും CPM ഞാൻ ഇടപെടുകയാണ്. നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്രീയ കൊലപാതകം എന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഈ കൊലപാതകത്തിന് ഒരു മാനം വന്നു. കാര്യം കൊലപാതകം ചെയ്ത രീതി മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കേരളത്തിന്റെ ജനശ്രദ്ധ വളരെ കൂടുതൽ പിടിച്ചു പറ്റുന്നുള്ള യാഥാർത്ഥ്യമാണ് അഡ്മിറ്റ് ചെയ്തത്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ അതിന് പ്രത്യേകിച്ച് ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല. അത് ആ മേഖലയിൽ, വടകര എന്ന് പറയുന്ന മേഖലയിൽ ആ പ്രാദേശികമായിട്ട് മാത്രമാണ് ഇതിനൊരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കാനും CPM-ന് ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. കാര്യം നമുക്കറിയാം 2014 വിധി വന്നു, പ്രതികൾ ജയിൽ. തൊട്ടടുത്താണ് 2016 തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. അന്നും കോൺഗ്രസ്സുകാർ വളരെ കൂടുതൽ ഉയർത്തിക്കാട്ടുകയാണ്. 2021 രമ തന്നെ സ്ഥാനാർത്ഥിയായി, UDF-ന്റെ സ്ഥാനാർത്ഥിയായി. UDF-ന്റെ അമ്മ അവിടെ വിജയിക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ടൊന്നും അത് ഇടതുപക്ഷത്തെ ബാധിച്ചില്ല. മൊത്തത്തിൽ നേരിയ രീതിയിൽ ഞാൻ അംഗീകരിക്കുന്നു, ആ പ്രാദേശികമായിട്ട് അതിന് ജനങ്ങളുടെ ഇടയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ മൊത്തത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ CPM-നെ അത് ബാധിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ആത്മപരിശോധന CPM നടത്തണം, അത്രയേ ഉള്ളൂ. ഇപ്പോഴും ഇത് ന്യായീകരിച്ചുകൊണ്ടിരിക്കാതെ.